ഹായ് ക്രിയേറ്റേഴ്സ്. ഇന്നലെ മുതൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അവർക്കൊരു ഇമെയിൽ വന്നിട്ടുണ്ട് യൂട്യൂബിൽ നിന്ന്. ഇതുപോലെ യൂട്യൂബ് കൊളാബറേഷനുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ചോദിച്ചിട്ട്. ആ ഒരു സംശയം ഒരുപാട് പേർക്കുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ ഇങ്ങനെ ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട്. യൂട്യൂബിൽ ഇനി മുതൽ ഒരു വീഡിയോ 5 ചാനലുമായിട്ട് കൊളാബ് ചെയ്യാമെന്നുള്ളത്. നല്ലൊരു അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു അപ്ഡേറ്റ് വന്ന ശേഷം നമുക്ക് ഇപ്പം എനിക്ക് പേഴ്സണലി തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഒരു സാധാരണ ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു വീഡിയോ മറ്റൊരു ചാനലുമായിട്ട് കൊളാബ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഇവർ തന്നിട്ടുള്ള ഒരു പേഴ്സണലി ലിങ്ക് അയക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവരുടെ നമുക്ക് അവരുമായിട്ടൊരു കോണ്ടാക്റ്റ് വേണം. എങ്കിൽ മാത്രമല്ലേ നമ്മൾ ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് അവിടുന്ന് അപ്രൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുള്ളൂ. പക്ഷേ സാധാരണ യൂട്യൂബിലേക്ക് വന്നൊരു സാധാരണ ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ വലിയ ക്രിയേറ്ററുമായിട്ടുള്ള കോണ്ടാക്റ്റും കണക്ഷനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് സാധാരണക്കാരായിട്ടുള്ള ന്യൂ യൂട്യൂബേഴ്സിനായിരിക്കും. അല്ലെങ്കിൽ റീച്ച് ആകാത്ത ക്രിയേറ്റേഴ്സിന് ഇത് കൊളാബ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. മാത്രമല്ല യൂട്യൂബ് ഇത് നൽകേണ്ടിയിരുന്നത് ഇപ്പോൾ ഒരു പേഴ്സണലി ഇങ്ങനെ ഒരു ലിങ്ക് ഷെയർ ചെയ്യുന്നതിന് പകരം എനിക്ക് തോന്നുന്നു അതിന് പകരം ഒരു ഇമെയിൽ അയക്കുക. നമ്മളിപ്പോൾ ഒരു വലിയൊരു ചാനലിനെ നമ്മൾ കൊളാബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു ഇമെയിൽ അയച്ചാൽ മതി. അല്ലെങ്കിൽ അവരുടെ ചാനലിൽ ഒരു നോട്ടിഫിക്കേഷൻ ചെല്ലുന്നു. അപ്പോൾ അവർക്ക് അവിടെ അറിയാൻ കഴിയും ഇങ്ങനെ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചാനൽ ഏത് ചാനലാണോ കൊളാബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു വീഡിയോ അവർക്ക് അവിടുന്ന് കാണാൻ അവർ ഓക്കെ ആണെങ്കിൽ അപ്രൂവ് കൊടുക്കാം. ഈ ഒരു രീതിയിൽ മതിയായിരുന്നു. അതല്ലാതെ പേഴ്സണലി ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്യുന്നൊരു ഓപ്ഷൻ എനിക്കത്ര നല്ലതായിട്ട് തോന്നിയില്ല. പിന്നെ എന്തായാലും ഒരുപാട് പേര് ഈ ഒരു ബുദ്ധിമുട്ട് പറയുന്നുണ്ട്. കാരണം കൊളാബ് ചെയ്യുമ്പോൾ ഇപ്പൊ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പുതിയൊരു അപ്ഡേറ്റ് ആണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് എല്ലാവർക്കും മറ്റുള്ളവരെ കൊളാബ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷെ കൊളാബ് അക്സെപ്റ്റ് ചെയ്യാൻ ഇപ്പോഴും ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. കാരണം നമ്മുടെ ഓഡിയൻസിന് മറ്റൊരാളുടെ വീഡിയോ പോയി കഴിഞ്ഞ് നാളെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അവർക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കുമോ? ഒരുപാട് ഇംപ്രഷൻ നമ്മളിങ്ങനെ കൊളാബ് ചെയ്യുമ്പോൾ അതിങ്ങനെ നമ്മുടെ ഓഡിയൻസിലേക്ക് പോയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അവർ കാണാതിരിക്കുമോ? അപ്പോൾ ഈ രീതിയിലൊക്കെ ഉള്ളൊരു കൺഫ്യൂഷന് ഉള്ളത് കൊണ്ട് പലരും കൊളാബ് അങ്ങ് ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഇത് ജസ്റ്റ് ഇപ്പം വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാവരും എന്താ പറയുക വെയിറ്റ് ചെയ്യാണ്. ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും? എന്താണ് ഇതിന് നമ്മൾ ഒരുപാട് പേരെ കൊളാബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്രൂവ് ചെയ്യുന്നതാണ്. കൊളാബ് ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന് ദോഷം. ഇതൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കിയിട്ടൊരു ഫീഡ്ബാക്ക് കിട്ടിയിട്ട് വേണം ഇത് തുടങ്ങാൻ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇത് ഏതൊരു അപ്ഡേറ്റ് വരുമ്പോഴും അതൊന്ന് എല്ലാവരും അതിൻ്റെ ഒരു റിസൾട്ടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇതെങ്ങനെ ഞങ്ങളുടെ ചാനലിനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും അതങ്ങ് എല്ലാവരും ഒന്ന് വൈഡ്ലി അത് ഒന്ന് അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഇത് എല്ലാവരിലേക്കും എത്തിത്തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ഇത് കുഴപ്പമൊന്നുമില്ല. എല്ലാം പരസ്പരം യൂസ്ഫുൾ ആയിട്ടുള്ള അപ്പോൾ യൂട്യൂബ് ഈ മെയിലിൽ പറയുന്നത് എന്താണ്? അതാണ് നമ്മൾ തുടങ്ങിയത്. യൂട്യൂബ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ടന്റ് പുതിയ പുതിയ ഓഡിയൻസിലേക്ക് എത്തിക്കാം. അത് 5 ഒരു വീഡിയോ 5 ചാനലുമായിട്ട് എന്താ പറയുക കൊളാബ് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഇതൊരു നല്ല കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ അത് മാത്രമല്ല നമ്മുടെ മറ്റൊരു ക്രിയേറ്ററുമായിട്ട് പരസ്പരം സഹകരിച്ച് നമ്മുടെ ചാനൽ കൂടുതൽ ഉയരങ്ങളിൽ എത്താം എന്നുള്ളതൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കൊളാബ് നിങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പൊ നമുക്കതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഇനിയും ഒരുപാട് കിട്ടാനുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ അതേ കണ്ടന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതേ കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ ഒന്നുകൂടി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് തോന്നുന്നു. പലരും ഇപ്പൊ എന്നോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കൊളാബ് ചെയ്യാൻ ഞാൻ ഒരു ലിങ്ക് അയക്കട്ടെ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ അറിയുന്നവർ തന്നെ ആയാലും. പക്ഷെ എൻ്റെ ഓഡിയൻസ് ഞാൻ അവരോട് പറയാറുണ്ട് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ളവരാണ്. അപ്പൊ അവര് എത്രത്തോളം നിങ്ങൾ ഈ ഒരു വീഡിയോ അവർക്ക് എത്രത്തോളം യൂസ്ഫുൾ ആകുമെന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നു നല്ലൊരു അപ്ഡേറ്റ് തന്നെയാണ് എന്നുള്ളത്. ഇതെല്ലാവരും പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഇത് വർക്ക് ആവുക എന്നുള്ളതാണ്. എല്ലാവരും നമ്മളെപ്പോഴും നമ്മൾ വീഡിയോക്ക് താഴെ കാണുന്ന ഒരു കമന്റ് ഉണ്ട്, ഒരുമിച്ച് വളരാം, പരസ്പരം സഹകരിച്ച് മുന്നേറാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റുകൾ. ആക്ച്വലി അത് തന്നെയാണ് ഈ ഒരു കൊളാബറേഷൻ എന്നുള്ള
ഓപ്ഷൻ കൊണ്ട് യൂട്യൂബ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു മെയിലിലൂടെ പറയുന്നത്. അപ്പോൾ നിങ്ങളാരും ടെൻഷൻ ആവണ്ട. ഇതിൻ്റെ കൂടുതൽ ഒന്ന് എല്ലാവരിലേക്ക് എത്തിത്തുടങ്ങി. നമ്മളിപ്പോൾ ഈ ഒരു ഓരോ ഓപ്ഷൻ ഉപയോഗിക്കുമല്ലോ, പ്ലേ ലിസ്റ്റ് അങ്ങനെയൊക്കെ ഉപയോഗിച്ച് നോക്കുന്ന പോലെ തന്നെ ഒരു ടൂള് ഇപ്പോൾ അവിടെ കൊളാബറേഷൻ എന്നുള്ള സ്ഥലത്ത് ന്യൂ എന്ന് കാണുന്നത്, പക്ഷെ അത് ഉപയോഗിച്ചൊന്ന് പഴകി ശരിയാകുമ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷനൊക്കെ മാറി എല്ലാവരും ഈ റിക്വസ്റ്റ് അയക്കാനും അക്സെപ്റ്റ് ചെയ്യാനൊക്കെ തുടങ്ങും. സ്വാഭാവികമായിട്ടും എല്ലാവരിലേക്കും ഇപ്പോൾ കൂടുതൽ നമ്മുടെ ചാനൽ റീച്ച് ആകും. അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.